ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി സീരീസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ കേൾക്കണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥ ഞാൻ ഇട്ടിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സുപ്രസിദ്ധമായ ഒരു ചിരി. എല്ലാവരും തന്നെ, എല്ലാ ഭഗവാന്റെ ഭക്തരും അത് കേൾക്കണം. അതുപോലെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മഹാദേവിയുടെ തിരു അവതാരം. അതും എല്ലാവരും കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അതല്ല, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നവരാത്രി 4-ാം ദിനം പ്രാർത്ഥിക്കേണ്ടുന്ന മഹാദേവിയുടെ രൂപം കൂഷ്മാണ്ഡ. കൂഷ്മാണ്ഡ രൂപത്തിലാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. സൂര്യൻ്റെ ഉള്ളിൽ പോലും വസിക്കാൻ ശക്തിയും കഴിവുമുള്ള ദേവതയാണ് കൂഷ്മാണ്ഡഭാവത്തിലുള്ള ശ്രീ പാർവതി. ദേവിയുടെ ശരീരം വളരെ തേജസ്സുള്ളതും ഓജസ്സുള്ളതും സൂര്യനെ പോലെ ശോഭയുള്ളതുമാണ്. നവരാത്രിയുടെ 4-ാമത്തെ ദിവസമാണ് ഈ ഭാവത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത്. ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ആദിത്യ ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുന്നു. ആദിത്യദശയിൽ ജനിച്ചവരും ആദിത്യദശ ഇപ്പോൾ അനുഭവിക്കുന്നവരും ജാതകത്തിൽ ആദിത്യൻ ബലം കുറഞ്ഞു നിൽക്കുന്നവരോ ദോഷഭാവത്തിൽ നിൽക്കുന്നവരോ എത്ര പ്രവൃത്തി ചെയ്തിട്ടും യാതൊരു ഉയർച്ചയും അനുഭവിക്കാത്തവരോ ദേവിയെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ പ്രയോജനമാണ്. ദേവി സിംഹത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ദേവിക്ക് 8 കൈകളുണ്ട്. വലതു കൈകളിൽ കമണ്ടലു, വില്ല്, അമ്പ്, താമര എന്നിവയും ഇടതു കൈകളിൽ അമൃതകലവും ജപമാലയും ഗദ, ചക്രം എന്നിവയും യഥാക്രമം അലങ്കരിച്ചിരിക്കുന്നു. ദേവിക്ക് 8 ഭുജങ്ങളുള്ളതുകൊണ്ട് ദേവിയെ അഷ്ടഭുജാദേവി എന്നും അറിയപ്പെടുന്നു. സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാനുള്ള എല്ലാ ശക്തിയും മാതാവിൻ്റെ ജപത്തിൽ ഉണ്ടെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടിയാണ് ദേവി ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്നു. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം ചുവന്ന പൂക്കളാണ്. പ്രാർത്ഥിക്കേണ്ടുന്ന നാമം ഓം ദേവീം കൂഷ്മാണ്ഡായൈ നമഃ. ഓം ദേവീം കൂഷ്മാണ്ഡായൈ നമഃ. ഓം ദേവീം കൂഷ്മാണ്ഡായൈ നമഃ. 108 തവണ രാവിലെയും സന്ധ്യയ്ക്കും ജപിക്കുക. 4-ാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ദേവിയുടെ രൂപം കൂഷ്മാണ്ഡ രൂപം. അമ്മ സൗരയൂഥത്തിൽ വസിക്കുന്നു. ദേവിയെ കൂടാതെ മറ്റാർക്കും ഇങ്ങനെയൊരു കഴിവ് ഇല്ല. കൂഷ്മാണ്ഡ ദേവിയുടെ ശരീരം സൂര്യനെ പോലെ ദിവ്യവും തേജസ്സും ഓജസ്സുമുള്ളതാണ്. അതുപോലെ ദേവിയെ പ്രാർത്ഥിക്കുന്ന സകല ഭക്തർക്കും
തങ്ങളുടെ ജീവിതത്തിൽ ഊർജവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യും. എല്ലാവിധത്തിലുള്ള സമ്പത്തും ആയുരാരോഗ്യവും വിദ്യാഗുണവും എന്നു വേണ്ട സകലമാന ഉയർച്ചകൾക്കും ദേവി അനുഗ്രഹം നൽകുന്നു. ദേവിക്ക് പ്രസാദമായി വെക്കേണ്ടുന്ന നൈവേദ്യം മാൽപ്പുവ. മാൽപ്പുവയാണ് ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. മാൽപ്പുവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ സെക്കൻഡ് ചാനലായ കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് അതുപോലെ ഉണ്ടാക്കുക. 2 റെസിപ്പീസാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു റെസിപ്പിയും, മാൽപ്പുവായുടെ മറ്റൊരു റെസിപ്പിയും ഇട്ടിട്ടുണ്ട്. ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതുണ്ടാക്കി 4-ാം ദിനം ദേവിക്ക് സമർപ്പിക്കണം. നവരാത്രി 4-ാം ദിവസം പ്രിയ നിറം ഓറഞ്ച്. ഞായറാഴ്ച ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ദുർഗാദേവിയെ കൂഷ്മാണ്ഡ രൂപത്തിൽ ആരാധിക്കുന്നത് നമുക്ക് ഊർജവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. ഈ നിറം നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുകയും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നവരാത്രി 4-ാം ദിവസം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ദേവിയുടെ രൂപം, പ്രത്യേകതകൾ, ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം, എന്ത് നൈവേദ്യമാണ് ദേവിക്ക് സമർപ്പിക്കേണ്ടത്, ഏത് നാമമാണ് അന്നത്തെ ദിവസം ജപിക്കേണ്ടത്, ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും നാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ദേവീ മഹാത്മ്യം വായിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ദുർഗാ സപ്തശ്ലോകി ജപിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നാമം ജപിക്കുക, അതുപോലെ കഥകൾ കേൾക്കുക. ശ്രീ പാർവതീ ദേവിയുടെ അവതാര കഥ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കേൾക്കണം. ഹരേ കൃഷ്ണ.